വെൽക്കം ടു റീനാസ് യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെ ആയിരിക്കും എന്നെനിക്ക് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. ഈ പാളമൊക്കെ കാണുമ്പോൾ ഇത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. എനിക്ക് ലണ്ടനിലായിരിക്കുമ്പോൾ എപ്പോഴും ഒരേ ഒരു ആഗ്രഹമാണ്, എപ്പോഴും നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലല്ലേ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും തീരുമാനിച്ചു ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിക്കാനുള്ള ഒരു രസം. അപ്പോൾ ആ രസം ഞാൻ ഇന്ന് സാക്ഷാത്കരിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കൊല്ലത്ത് ഒരു രഞ്ജുമയെ കാണാൻ വന്നത്. അവരുടെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയും മേക്കപ്പ് വർക്ക്ഷോപ്പിൽ അവരുടെ കൂടെ നിന്ന് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് സാറ്റിസ്ഫൈ ആയതിനു ശേഷം ഞാൻ തീരുമാനിച്ചു കൊല്ലം ടു തിരുവനന്തപുരം, അതായത് ഒരു ട്രെയിൻ എടുക്കാമെന്ന്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു സുഖം, അതുപോലെ പൈസയും നമുക്ക് ലാഭിക്കാം കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഈ ടാക്സിയിലെല്ലാം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ വരുന്നതിന് 3000 രൂപയാണ് അയാൾ മേടിച്ചത്. കാരണം അവർക്ക് റിട്ടേൺ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3000 രൂപ. അപ്പോൾ ഈ 3000 രൂപ നമുക്ക് എങ്ങനെ ലാഭിക്കാം? ട്രെയിനിലാണെങ്കിൽ നമുക്ക് സ്ലീപ്പറോ എ സിയോ ഏത് വേണേലും കിട്ടും. ഒരു 200 രൂപയൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകൃതി രമണീയത കണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ കാറും ബസ്സും ഒക്കെ നല്ലതാണെങ്കിലും ട്രെയിനിലുള്ള ഒരു പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നതാണ്. കുറേ പ്രാവശ്യം എറണാകുളത്ത് പോയി കേട്ടോ. അത് ഏതാണ്, മോർണിംഗിന് 5:15 പോകുന്ന ഒരു ട്രെയിനുണ്ട്, അമൃത എനിക്ക് പേര് മറന്നുപോയി ചങ്കുകളെ. അപ്പോൾ അതിലും ട്രാവൽ ചെയ്തപ്പോൾ ഭയങ്കര സുഖമാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് എത്തും കേട്ടോ. ഞാൻ 5:15 കയറി 8:15 ആയപ്പോൾ ഞാൻ കൊച്ചിയിലെത്തി. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും വലിയ ഒരു ട്രെയിനിൽ കയറുമ്പോൾ നമുക്കുള്ള ഒരു ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ കണ്ടില്ലേ. പിന്നെ ട്രെയിനുകളൊക്കെ നിൽപ്പുണ്ട്, ചൂ ചൂ ചു ചു ചൂ ചൂ ചു ചു ചു. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്നവർക്ക് മടിയൊന്നും വിചാരിക്കണം. നമുക്ക് പൈസ ലാഭമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ലാഭിക്കാമെന്നുള്ളതുമാണ്. പ്രകൃതി രമണീയതയൊക്കെ കണ്ട് ഇപ്പോൾ AC കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ അധികം പൈസ ചിലവാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ട്രെയിനിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം. എന്നാൽ UK-യിലാകട്ടെ നമുക്കൊരു 5 കമ്പാർട്ട്മെൻറ്റോ 6 കമ്പാർട്ട്മെൻറ്റൊക്കെ ഉള്ളൂ ട്രെയിനുകൾക്ക്. ഇപ്പോൾ ഈവൻതോ നമ്മുടെ ഈ ഓവർ ഗ്രൗണ്ടിനൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കമ്പാർട്ട്മെൻറ്റ് 22, 23, 24 കമ്പാർട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുഖകരമായിട്ട് സംസാരിക്കാം. AC കോച്ച്, സ്ലീപ്പർ കോച്ച്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കോച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വേണേലും തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള ട്രെയിന് അതിൽ കയറി ചൂ 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 ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അത് ഞാൻ അനുഭവിച്ചറിയുന്നത് ഈ കേരളത്തിൽ വന്നതിന് ശേഷം. ഇപ്പം ഞാൻ കൊല്ലത്ത് പോയാലും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ, അതായത് നമ്മളിപ്പം കൊല്ലത്തോ കൊച്ചിയിലോ എവിടെ പോയാലും ഈ ട്രെയിനാണ് ഞാൻ ട്രാവൽ ചെയ്യാനായിട്ട് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾക്കും അത് ഇഷ്ടമാകും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ കൂടുതൽ അറിയാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഈ ട്രെയിൻ യാത്ര ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നതിൽ സംശയിക്കാനില്ല. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.